നേരം വെളുത്ത് തുടങ്ങി കച്ചറ. എന്തോ വല്ലാത്തൊരു യോഗം തന്നെ. ഹലോ മച്ചാന്മാരെ, എല്ലാവർക്കും മറ്റൊരു കീഴിലെ വീഡിയോക്ക് സ്വാഗതം. എന്താണ് പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കൂടെയുള്ള നമ്മുടെ റൂമിലെ അസാദിന്റെ മാരേജ് ആയിരുന്നു. അപ്പോൾ ഞാൻ മിൻഹാജ് നമ്മുടെ റൂമിലെ കുറെ പേരെ കൂടി ആയിട്ട് വന്നിരിക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് പ്രിപ്പയർഡ് ആകാൻ തുടങ്ങി. ഇന്നലെ തൊട്ടാണ് രാത്രി ഡ്രസ്സ് എടുക്കുക. എൻ്റെ മോൻ ഇന്നലെ രാത്രിയാണ് നമ്മളിത് എത്തിക്കുന്നത്. അത് കഴിഞ്ഞ് അവൻ്റെ വീട്ടിൽ പോയിട്ട് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ ഇവിടെ എത്തുമ്പോൾ തന്നെ 12:30 1 മണിയൊക്കെ ആയി. പിന്നെ അവൻ ഇവിടെ റൂം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വന്ന് നമ്മൾ കിടന്നതാണ്. ഇപ്പൊ കാലത്തടിച്ച് റെഡി ആയിട്ട് അവന്റെ കല്യാണത്തിന് പോകണം, അല്ലെ അവർ നിക്കാഹിന്റെ പരിപാടിയൊക്കെ എന്തൊക്കെയാണ്. കൊണ്ടോട്ടിയിലെ ഒരു കൊച്ചു കല്യാണം എങ്ങനെയാണെന്നൊക്കെ നമുക്ക് കാണാം. നമ്മളവിടെ പാലക്കാട് കുറച്ച് പേരുണ്ട്. പിന്നെ നമ്മുടെ കടയിലെ കുറെ പേരിന്റെ അവിടെ നിന്ന് ഡയറക്റ്റ് ചെയ്ത് വരും. അപ്പോൾ എല്ലാവരും ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതൊന്ന് കാണിച്ചു തരാം. ഫുള്ള് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നേരെ ചെക്കിന്റെ വീട്ടിൽ പോയിട്ട് വലിയ കഴിക്കാൻ കിട്ടുമെന്ന് നോക്കണം. ഫുഡൊക്കെ കഴിച്ച് നല്ല ആപ്പും മീൻകറിയും കഴിച്ച് ഇവിടെ പണിക്ക് കയറിയിട്ടാ ചെക്കൻ്റെ നിക്കാഹിന് ഇറങ്ങണം. അപ്പോൾ അവർ 9:30 ആകുമ്പോൾ ഇറങ്ങുന്നു പറഞ്ഞു. അപ്പോൾ മിൻഹാജ് 2 ഫോട്ടോ എടുക്കണം പറഞ്ഞിട്ട് ഫോട്ടോഷൂട്ടിന് വന്നിരിക്കണേ. പിന്നെ വീട്ടിൽ എത്തിയിട്ട് നമുക്ക് പിള്ളേരുടെ കാറുണ്ട് കേട്ടോ, അതിൽ പോകാന്നുള്ള പ്ലാനാണ്. അപ്പോൾ നമ്മൾ എല്ലാം ഇവിടെ നിന്ന് ഇറങ്ങട്ടെ. നമ്മുടെ നൗഫലിക്ക് എത്തിയിരിക്കുകയാണ്. ഒരു ഹായ് കാണിക്കുക നൗഫലിക്ക. നമ്മളെ ഇവൻ്റെ ഹാജുണ്ട്. നമ്മളിവിടെ പള്ളിയിൽ വന്നിരിക്കുകയാണ്. നിക്കാഹ് കഴിഞ്ഞിട്ടാ പള്ളിയിലാണ് ഉറപ്പിച്ച്. ഇനിയിപ്പോ നമ്മള് അടുത്ത എന്തോ ഒരു സ്ഥലത്ത് പോവാം. നല്ല കേട്ടോ, എല്ലാവരും ഫോട്ടോ എടുക്കുന്ന തിരക്കില്ല. നീ ഇവിടെ അസാദെ ഒരു ഹായ് പറയടാ. സ്വസ്ഥമായിട്ട് ജീവിക്കാൻ എവിടെ അനുവദിക്കില്ലല്ലേ. നമ്മൾ ഓഡിറ്റോറിയത്തിൽ എത്തിക്കട്ടെ. നമ്മളാണ് ഇവിടെ ഇരുന്ന് സൊറ പറഞ്ഞുകൊണ്ടിരിക്കണം. ഇനി കാണാൻ പോണ എല്ലാം ജീവിതത്തിലെ ഓരോരോരോ മായ ഓർമ്മ. നമ്മളവിടെ നേരെ കഴിക്കാൻ വന്നിട്ടാ. എന്തൊക്കെ സാധനം ഉണ്ട്, ബീഫ്, ചില്ലി, റൈസ്, എല്ലാവരും ഇന്ന് കഴിച്ചോണ്ടിരിക്കാട്ടോ. മെയിൻ്റെനില്ല. അതൊരു 4 കിലോമീറ്റർ പോയൊരു വ്യൂ പോയിന്റ് ഉണ്ട് പറഞ്ഞു. ഈ നട്ട വെയിലത്ത് വ്യൂ പോയിന്റ് കാണാണ്ടോന്ന് അറിയില്ല. പോയി നോക്കട്ടാ. വെയിലാട്ടോ, നല്ല ചൂടുണ്ട്. ലെറ്റ്സ് ഗോ. മോനെ നൗഫലിക്ക പറഞ്ഞ വ്യൂ പോയിന്റിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. വ്യൂ പോയിന്റ് എന്തിന്റെയാണ് നൗഫലിക്ക? ഫ്ലൈറ്റ് ഇറങ്ങുന്നതും പോകുന്നതും കാണാൻ വേണ്ടി പോവാണ് നമ്മൾ. നടക്കണം എന്നാ പറഞ്ഞത്, നടന്നു നോക്കാം. നമ്മൾ എന്തൊക്കെ കാണണം. ഇങ്ങനെയൊന്നും അല്ലാടാ പരിപാടിയിലാക്കി നമ്മളെ. ഇതിയാണ് ഇങ്ങോട്ട് വാ, ഒന്ന് കാട്ടിലെത്തിട്ട് അത് വ്യൂ പോയിന്റ് കാണിച്ചു തരാൻ പറഞ്ഞിട്ട്. ജംഷാദെ നമ്മളൊന്ന് കാണും വിമാനം ഇറങ്ങണത്. അവസാനം നമ്മൾ ലക്ഷ്യസ്ഥാനത്തേക്ക് അടുത്തുകൊണ്ടിരിക്കട്ടോ. അവിടെ നിന്ന് റൺവേ കാണാം നമുക്ക്. കാലിക്കറ്റ് എയർപോർട്ടിന്റെ റൺവേ കേട്ടോ. പക്ഷേ ആൾക്കാരൊക്കെ വരലുണ്ട് കേട്ടോ. എന്നിട്ട് ബ്യൂട്ടിഫുൾ ഏരിയ ആണ്. എന്താ കുറെ ഫാമിലീസൊക്കെ ആയിട്ട് ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ. എടുക്കലുണ്ടല്ലോ ഇഷ്ടം പോലെ ആൾക്കാർ. അടിപൊളി. അത്ര പ്രതീക്ഷയില്ല. പുഴയാ, ഫുള്ള് ആൾക്കാർ വീഡിയോ എടുത്തുകൊണ്ടിരിക്കണല്ലോ. വീട്ടിലെ വ്യൂ പോയിന്റ് വിമാനം പാറുന്ന സുഹൃത്തുക്കൾ. അടിപൊളി. പോണ കണ്ടില്ലേ, പൊന്തിയത് നമുക്ക് കാണാൻ കഴിഞ്ഞില്ല. ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാണ് കാണാനുള്ള ഭാഗ്യം ഉണ്ടാവും. കാരണം ലാൻഡ് ചെയ്യുന്ന ഇവിടെയാണ്, പൊന്തുന്നത് ആ ഒരു ഏരിയയിലാണ്. നമ്മളിപ്പോൾ കണ്ടില്ലേ. പക്ഷെ അവിടുത്തെ കാഴ്ചകൾ കാണാൻ വിലക്കാണെന്നാണ് നൗഫലിക്ക പറഞ്ഞത്. നമ്മൾ ഇവിടെ നിന്നിട്ട് ഒരു ഫ്ലൈറ്റ് ഇറങ്ങുന്നത് കാണാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. നോക്കാം, കാണാൻ പറ്റുമോ കാണാൻ പറ്റും. മണ്ണടിച്ചില്ലേ എന്ന് പറഞ്ഞിട്ട് അവിടെ ബോർഡ് വെച്ച് കണ്ടില്ലേ, ഇവിടെ നെടിഞ്ഞു പോയതാണത്.
സോഡ കുടിക്കാൻ വന്നേട്ടാ നിന്ന് ക്ഷീണിച്ച്. നമ്മളെന്തായാലും ഇവിടുന്ന് ഒരു നാരങ്ങ സോഡയും കൂടെ കഴിച്ചിട്ട് നേരെ ചെക്കൻ്റെ വീട്ടിലേക്ക് പോകും. പിടിക്കപ്പെട്ടു. അങ്ങനെ നമ്മുടെ പ്ലെയിനൊക്കെ കണ്ട് ഇങ്ങനെ കുറച്ച് നേരം നിന്ന് പിന്നെ പറഞ്ഞ് ടൈമൊക്കെ മാറിപ്പോയി. അതുകൊണ്ട് ഒരെണ്ണം മാത്രം നമുക്ക് കാണാൻ പറ്റുള്ളൂ. പിന്നെ ലാൻഡിങ് ഒന്നും കാണാൻ പറ്റില്ലോ. തിരിച്ചിറങ്ങണം. എല്ലാവരും ഇതാ ബാക്കിൽ നടന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ഇവിടെ നിന്ന് മെല്ലെ ഇറങ്ങാട്ടാ. നമ്മുടെ പിള്ളേരെല്ലാവരും ആക്കി നമ്മൾ മെല്ലെ ഇവിടെ തിരിച്ചിറങ്ങാം. നമ്മുടെ ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ റെഡിയായി. എല്ലാവരും പോയിട്ടാ നമ്മളും മെല്ലെ ഇറങ്ങട്ടെ. അവിടെ നമ്മളെല്ലാവരും ക്ഷണിച്ച് അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ആക്ച്വലി നമ്മൾ വിമാനം കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ അവിടെ പോയി ഫുഡൊക്കെ കഴിച്ച് പിന്നെ അവിടെ നിന്നില്ല കേട്ടോ. നമ്മൾ പെട്ടെന്ന് ഇറങ്ങി. കാരണം തിരിച്ച് നമുക്ക് പാലക്കാട് വരാനുള്ളതാണ്. അത് വലിയൊരു ടാസ്ക്കാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ലേ ഒരു 3 മണിക്കൂർ കണ്ടിന്യൂസ് ആ വെയിലത്ത് റൈഡ് ചെയ്യണം. അങ്ങനെ ഞാനും അവരെല്ലാവരും പോയി. അപ്പം ഞാനും മിൻഹാജും മാത്രമായി. അവസാനം നിങ്ങൾ കണ്ടല്ലോ വീഡിയോ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഒരു റൈഡായിരുന്നു. എനിക്ക് വന്ന് കുറച്ച് മിൻഹാജ് ഒട്ടി പിന്നെ ഞാനും ഒട്ടി. അങ്ങനെ നമ്മൾ പാലക്കാട് എത്തി. അതിൻ്റെ ഒരു കൊച്ചു വീഡിയോ ആണ്. ചെറിയൊരു വീഡിയോ ആണ്. ഒരു മാരേജ് വീഡിയോ. മലപ്പുറം പോയി അതിൻ്റെ ഒരു വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പറയാം. ഇതുപോലത്തെ കിടിലം വീഡിയോസ് ആയിട്ട് ഞാൻ വരുന്നതാണ്. നമുക്ക് ഇനിയിപ്പോൾ മറ്റൊരു കിടിലം വീഡിയോ ആയിട്ട് കാണാം. ആക്ച്വലി നമ്മുടെ ന്യൂ ഇയർ സെലിബ്രേഷൻ്റെ മുന്നാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടത്. അത് എനിക്ക് അതിനുള്ള ടൈം കിട്ടിയില്ല. പിന്നെ ന്യൂ ഇയർ ആകുമ്പോൾ അത് ആ സെലിബ്രേഷൻ വീഡിയോ വെയിറ്റ് ചെയ്യിപ്പിക്കണമെന്ന് പറഞ്ഞിട്ടാണ് ന്യൂ ഇയറിൻ്റെ ഇട്ട്. അപ്പോൾ ഇതെന്തായാലും ഒരു മെമ്മറി ആയിട്ട് ഇവിടെ കിടക്കട്ടെ. അപ്പോൾ അസാദിന് ഒരു ഹാപ്പി മാരീഡ് ലൈഫ് പറയണം. അസാദിൻ്റെ വൈഫിന് ഒരു ഹാപ്പി മാരീഡ് ലൈഫ് പറയണം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ഉണ്ടാക്കുകയാണ്. മറ്റൊരു കിടിലം വീഡിയോ കാണാൻ എല്ലാവർക്കും ബൈ.